ഹൈ എവരിവൺ, മൈൻസ്റ്റാക്ക് ട്യൂട്ടോറിയൽ സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ജാവാ സ്ക്രിപ്റ്റിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലരും ഇതുപോലുള്ള വെബ് ഡെവലപ്മെൻ്റ് ഒക്കെ പഠിക്കുന്ന സമയത്ത് വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് അത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നല്ല എന്നൊക്കെ പറഞ്ഞ് സ്കിപ്പ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അത് എഫിഷ്യൻ്റായിട്ട് നമ്മൾ വെബ് ഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഡീപ്പായിട്ടുള്ള കാര്യങ്ങളെ പഠിച്ച് മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഞാൻ ഒരു കോട്ട് ഇങ്ങനെ വായിച്ചിട്ടുള്ളത്. അതിങ്ങനെ പറയുന്നത്, ബിഫോർ യു ക്യാൻ ബിൽഡ് എ ഗ്രേറ്റ് കാസിൽ യു മസ്റ്റ് ഫസ്റ്റ് ലേൺ ഹൗ ടു ലേ ഈച്ച് ബ്രിക്സ് പെർഫെക്റ്റ്ലി. അതായത് ഒരു വലിയ കൊട്ടാരം പണിയുന്നതിന് മുമ്പേ ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 1-2 ബ്രിക്സ് എങ്കിലും എന്ത് ചെയ്യണം, നന്നായിട്ട് പ്രോപ്പറായിട്ട് വെക്കാൻ പഠിക്കണം. എന്നാൽ മാത്രമേ പിന്നീട് നമുക്കൊരു വലിയ കൊട്ടാരമൊക്കെ പണിയാൻ പറ്റൂ. അതേപോലെയാണ് വെബ് ഡെവലപ്മെൻറ്റും. ആദ്യമായിട്ട് നമ്മൾ ഈ ചെറിയ ചെറിയ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ നന്നായി പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, പിന്നീടൊരു നല്ലൊരു ഡെവലപ്പറും വെബ് ഡെവലപ്പറൊക്കെ ആകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നാമത് കമ്പാരിസൺ ഇൻ JS. നമ്മൾ ജാവാ സ്ക്രിപ്റ്റിൽ എന്തൊക്കെ തരം കമ്പാരിസൺസ് ആണുള്ളത്. ഒന്നാമത് ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്ററാണ് ഡബിൾ ഇക്വാലിറ്റി ഓപ്പറേറ്റർ. രണ്ടാമത്തെയാണ് ട്രിപ്പിൾ ഇക്വാലിറ്റി. പിന്നെ ഒബ്ജക്റ്റ്.ഈസ്. ഈ 3 ഓപ്പറേറ്ററാണ് മെയിനായിട്ട് ജാവാ സ്ക്രിപ്റ്റിൽ കമ്പാരിസൺസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. എന്തിനാണ് കമ്പാരിസൺ യൂസ് ചെയ്യുന്നത്? അതായത് ഞാൻ ഒരു സെനാരിയോ പറയാം. അതായത് നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഒരു ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ യൂസർ നെയിമും പാസ്വേഡൊക്കെ ബാക്ക് എൻഡിലേക്ക് പോകും. ബാക്ക് എൻഡിലേക്ക് അവിടെ ഡാറ്റാ ബേസിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡൊക്കെ ഉണ്ടാവും. ഇതുമായിട്ട് മാച്ച് ചെയ്ത് നോക്കും. മാച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് യൂസർ ലോഗിനായോ സക്സസ് എന്താ പറയുക, ശരിയായിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും ആണോ അടിച്ചതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അത് അയച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ബാക്ക് എൻഡിൽ നിന്ന് ഒരു സക്സസ് മെസ്സേജ് ഫ്രണ്ട് എൻഡിലേക്ക് അയക്കും. അപ്പോൾ ഫ്രണ്ട് എൻഡിൽ എത്തുന്ന സമയത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം, ഇത് സക്സസ് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പാസ്വേഡിലും ഇമെയിലിലും എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടോ. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു എറർ മെസ്സേജ് ഷോ ചെയ്യിപ്പിക്കണം. അതായത് ഇമെയിൽ ഓർ പാസ്വേഡ് ഇൻകറക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല, അതേപോലെ നമുക്ക് കാണിക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 വേരിയബിൾ എടുക്കുകയാണ്. ഇവിടെ ലെറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുക. ലെറ്റ് var 1 എന്ന് പറഞ്ഞ് അതിൻ്റെ അകത്ത് 24 എന്ന് പറഞ്ഞു കൊടുത്തു. ലെറ്റ് var 2 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് എന്ത് ചെയ്തു, 24 എന്നാണ് കൊടുത്തു. എന്നിട്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇഫ് var 1 ഈക്വൽ ടു var 2 ആണെങ്കിൽ എന്ത് ചെയ്യണം, കൺസോൾ ലോഗ് ഈക്വൽ എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് എന്ത് ചെയ്യണം, ഇതൊക്കെ കമ്പയർ ഒക്കെ ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് എൻഡ് എന്ന് പറഞ്ഞിട്ട് കൺസോൾ ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ എല്ലാത്തിനും ചെറിയ ചെറിയ ഡിഫറൻറ്റ് ഉണ്ട്. ഡബിൾ ഇക്വാലിറ്റീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലൂസ്ലി കപ്പിൾഡ് ആണ്. അതായത് അത് ജസ്റ്റ് വാല്യൂ മാത്രമേ ചെക്ക് ചെയ്യൂ, അതിൻ്റെ ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്യൂല. അതായത് നമ്മളിവിടെ സ്ട്രിങ് ടൈപ്പിൽ ഒരു 24 എന്ന് പറഞ്ഞു കൊടുത്തു, ഇത് ഇൻറ്റിജർ ടൈപ്പിൽ എന്ത് ചെയ്തു, നമ്പർ ടൈപ്പിൽ 24 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വാല്യൂസ് മാത്രമേ ചെക്ക് ചെയ്ത് നോക്കൂ, കമ്പയർ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ എന്താ കിട്ടേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ വാല്യൂ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് 2 24 അപ്പോൾ എന്ത് ചെയ്യണം, ട്രൂ ആകണം. കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇഫ് var 1 ഈക്വൽ ടു var 2 എന്ന് പറയുന്ന സമയത്ത് ഇത് എന്താണ് റിട്ടേൺ ചെയ്യുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൂ ഓർ ഫോൾസ് ആണ് റിട്ടേൺ ചെയ്യുക. അതായത് ഇത് കമ്പയർ ചെയ്ത് നോക്കും, var 1 ഈക്വൽ ടു var 2 ആണോ, ആണെങ്കിൽ ഇത് ട്രൂ എന്ന് പറഞ്ഞ് കമ്പയർ ചെയ്ത് നോക്കും. ഇഫ് ട്രൂ എന്ന് പറയുന്ന സമയത്ത് എന്താ പറയുക, ഈ എക്സ്പ്രഷൻ ട്രൂ ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ബ്ലോക്കിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് കൺസോൾ ചെയ്യിപ്പിക്കും. ഓക്കെ, അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. നോഡ് day4.js അടിക്കുകയാണ്, കണ്ടോ. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഈക്വൽ എന്ന് പറഞ്ഞ് ഇവിടെ പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ട്രിപ്പിൾ ഇക്വാലിറ്റി നോക്കാം. ട്രിപ്പിൾ ഇക്വാലിറ്റീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ട്രിക്ട്ലി ഇക്വാലിറ്റി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതായത് അത് ജസ്റ്റ് വാല്യൂ മാത്രമല്ല ഡാറ്റ ടൈപ്പും കൂടെ ചെക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടുത്തെ ഡാറ്റ ടൈപ്പ് സ്ട്രിങ് ആണ്, ഇവിടുത്തെ നമ്പറാണ്. അപ്പോൾ ഡാറ്റ ടൈപ്പ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഉള്ളിൽ കയറൂല, ഇത് ഫോൾസ് എന്ന് പറഞ്ഞിട്ടാണ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. കണ്ടോ, ഈക്വൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ഉള്ളിൽ കയറിയില്ല. ഇഫ് എന്ന് പറയുന്ന സംഭവം ഇവിടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫോൾസ് ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സെയിം ഡാറ്റ ടൈപ്പും സെയിം ആക്കി കൊടുത്ത് നോക്കാം. കണ്ടോ, ഇപ്പോൾ ഈക്വൽ എന്ന് പറഞ്ഞ പ്രിൻ്റായി. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡാണ്. അതെങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്. അത് .ഈസ് എന്ന് പറഞ്ഞിട്ട്
ഏതൊക്കെ വേരിയബിളാണോ കമ്പയർ ചെയ്യേണ്ടത് അത് രണ്ടും കോമൺ ആയിട്ട് നമ്മൾ കൊടുക്കും. അപ്പോൾ അത് ജസ്റ്റ് ചെക്ക് ചെയ്യും. അതും ഇതേപോലെ തന്നെ സ്ട്രിക്ട്ലി ഇക്വാലിറ്റിയാണ്. അത് ജസ്റ്റ് ഡാറ്റ ടൈപ്പും അതിൻ്റെ വാല്യൂസും കമ്പയർ ചെയ്ത് നോക്കും. എന്നിട്ട് ട്രൂ ഓർ ഫോൾസ് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് രണ്ടും സെയിം ആണ്. ഇനി ഞാനിവിടെ സ്ട്രിങ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ഫോൾസ് ആണ് പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ ഇഫിൻ്റെ ഉള്ളിലേക്ക് കയറൂല. ഓക്കെ, ഇതാണ് ഇവിടെ നടക്കുന്നത്. കമ്പാരിസന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് നോക്കാം, ഇത് രണ്ടും സ്ട്രിക്ട്ലി ഇക്വാലിറ്റിയാണ്, ട്രിപ്പിൾ ഈക്വൽ ടു ഒബ്ജക്റ്റീവ്സും. പക്ഷേ ഇത് തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് ചില കേസുകൾ, ചില എഡ്ജ് കേസുകളുണ്ട്, അത് ഒബ്ജക്റ്റ് ഡോട്ട് ഈസ് കവർ ചെയ്യും, അതേ സമയത്ത് ട്രിപ്പിൾ ഈക്വൽ ടു കവർ ചെയ്യില്ല. അങ്ങനെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് നോക്കുക. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒരു എന്താ പറയുക എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. എന്ന് പറഞ്ഞാൽ നോട്ട് എ നമ്പറാണ്. നോട്ട് എ നമ്പറിൻ്റെ കേസിൽ ഒബ്ജക്റ്റീവ്സ് എന്താണ് തരുന്നതെന്ന് നോക്കാം. അതായത് ഒബ്ജക്റ്റീവ്സ് ട്രൂ ആണ് തരുന്നത്. അപ്പോൾ രണ്ട് വേരിയബിളും നോട്ട് എ നമ്പറാണ്. അപ്പോൾ രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താ ട്രൂ ആണ് തരുന്നത്. അതേ സമയത്ത് ട്രിപ്പിൾ ഇക്വാലിറ്റി എന്താ തരുന്നത് നോക്കാം. കണ്ടോ, ഇത് ഫോൾസ് ആണ് തരുന്നത്. ഈക്വൽ എന്ന് പറയുന്ന സാധനം കൺസോൾ ചെയ്യിപ്പിച്ചില്ല. അപ്പോൾ ഇത് ഫോൾസ് ആണ് തരുന്നത്. അതായത് ഒബ്ജക്റ്റീവ്സും ട്രിപ്പിൾ ഈക്വൽറ്റും സ്ട്രിക്ട്ലി ഇക്വാലിറ്റി ആണെങ്കിലും ചെറിയ ചെറിയ ഡിഫറൻസുകളുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ജസ്റ്റ് നിങ്ങൾക്ക് ബ്രൗസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും ഇതിൻ്റെ കമ്പാരിസൺ. ഡബിൾ ഇക്വാലിറ്റി, ട്രിപ്പിൾ ഇക്വാലിറ്റി, അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ്. ഈ 3 കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സാണ് മെയിനായിട്ട് ജാവാസ്ക്രിപ്റ്റിലുള്ളത്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, റിസർച്ച് ചെയ്യുക, അത് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോർഷനിലേക്ക് കടക്കാം. അടുത്ത പോർഷൻ ലൂപ്പ് ആൻഡ് ഇറ്ററേഷൻസ്. നമ്മൾ മിക്ക പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് വരുന്ന സമയത്തും എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചില കേസുകളിൽ റിപ്പീറ്റഡ് ആയിട്ട് ഒരു കാര്യം തന്നെ 4 or 5 പ്രാവശ്യമോ അല്ലെങ്കിൽ പല പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസ് ചെയ്യേണ്ടി വരും. ഈ റിപ്പീറ്റഡ് ആയിട്ട് ആക്ഷൻസ് ചെയ്യേണ്ടി വരുന്ന സമയത്ത്, ഒരേ സ്വഭാവത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമുക്ക് ഈ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റും ഇറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സും യൂസ് ചെയ്യാം. അതായത് നമുക്ക് എന്ത് ചെയ്യണം, ഒരു അറേൻ്റെ ഉള്ളിലുള്ള എല്ലാ എലമെൻറ്റ്സിനെയും കിട്ടണം. അപ്പോൾ നമുക്ക് ഓരോ എലമെൻറ്റിൻ്റെ ഉള്ളിലൂടെ ഇറ്ററേറ്റ് ചെയ്യണം. എന്നിട്ട് ഓരോ എലമെൻറ്റിനെയും ഫിൽട്ടർ ചെയ്യുകയോ അത് വെച്ചിട്ട് എന്തെങ്കിലും ഓപ്പറേഷൻസ് ചെയ്യുകയോ ഒക്കെ ചെയ്യണം. ഈ കേസിൽ എന്ത് ചെയ്യണം, നമുക്ക് ഇത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ എന്താ പറയുക, നമുക്കൊരു 10 സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഈ 10 സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസും എന്ത് ചെയ്യണം, പ്രിൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ 10 സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസും ഡിഫറൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഷോ ചെയ്യിപ്പിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കേസിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഇറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റാണ് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പ് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് നമുക്ക് അറിയാം, അതായത് 10 പ്രാവശ്യം ഈ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് റൺ ചെയ്യണം. എത്ര പ്രാവശ്യമാണ് റൺ ചെയ്യേണ്ടതെന്ന കാര്യം നമുക്ക് കൃത്യമായൊരു ബോധ്യമുണ്ട്. ആ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോർ ലൂപ്പ് ചെയ്യാം. ഫോർ ലൂപ്പിൽ എങ്ങനെ വരിക എന്ന് വെച്ചാൽ, അതിൻ്റെ സിൻറ്റാക്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പോർഷൻസാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് പോർഷൻ ഇനീഷ്യലൈസേഷൻ പോർഷനാണ്. അതായത് ഒരു വേരിയബിൾ നമ്മളെടുക്കും, ആ വേരിയബിളിനെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യും. ഞാൻ var1 എന്ന് എടുത്തിട്ട് എന്ത് ചെയ്തു, 0 എന്ന് പറഞ്ഞ് ഇനീഷ്യലൈസ് ചെയ്യുന്നു. നമുക്ക് സ്ട്രിങ്ങോ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് രണ്ടാമത്തെ കേസിൽ എന്ത് ചെയ്യുന്നു, ഈ ഒരു കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. അതായത് വേറെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, അത് ഡിഫോൾട്ടായിട്ടുള്ള കീവേഡാണ്. ഞാൻ നം എന്ന് പറഞ്ഞു കൊടുത്തു, നം 0 എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ടൊരു കണ്ടീഷൻ കൊടുക്കുകയാണ്, നം << 5. എന്നിട്ട് എന്ത് ചെയ്യുക, അപ്ഡേഷൻ കൊടുക്കുകയാണ്. അതായത് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം തന്നെ എന്ത് ചെയ്യും, ഫോർ ലൂപ്പിൽ കയറുന്ന സമയത്ത് ഈ നം എന്ന് പറഞ്ഞ വേരിയബിൾ എന്ത് ചെയ്യും, 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും, കണ്ടീഷൻ ചെക്ക് ചെയ്യും, നം << 5 ആണോ അല്ലയോ. അങ്ങനെയാണെങ്കിൽ മാത്രം, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ ഉള്ളിലേക്ക്, ഈ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കടക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ അപ്ഡേഷൻ ഇത് കൊടുക്കുക, അപ്ഡേഷൻ്റെ ലോജിക്ക് കൊടുക്കുക. അതായത് നമ്മൾ ഓരോ ടൈമും ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളിലൂടെ കയറുന്ന സമയത്തും ഓരോ പ്രാവശ്യം നമ്മളത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്തും ഈ ലോജിക്ക് വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ നമ്പറിനെ അപ്ഡേറ്റ് ചെയ്യും. അതായത് ഫസ്റ്റ് പ്രാവശ്യം നമ്മളിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, നമ്പർ നമ്പർ += 2 ആക്കി മാറ്റും. അതായത് 0 + 2. അടുത്ത സ്റ്റെപ്പിൽ നമ്മിൻ്റെ വാല്യൂ 2 ആയിരിക്കും. ഓക്കെ, നമുക്കത് നോക്കി നോക്കാം. ജസ്റ്റ് ഞാൻ കൺസോൾ ചെയ്യിപ്പിക്കുകയാണ്, console.log ഓഫ് നം. അതായത് നം ഞാൻ കൺസോൾ ചെയ്യിപ്പിക്കുകയാണ്. കണ്ടോ, ആദ്യം 0 ആയിട്ട് പ്രിൻറ്റ് ചെയ്തു,
എന്നിട്ട് എന്ത് ചെയ്യും, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കയറുന്ന സമയത്ത് ഇത് ഇറ്ററേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ആദ്യം ഒരു പ്രാവശ്യം വന്നു, എന്നിട്ട് എന്ത് ചെയ്തു, നേരെ ഫസ്റ്റ് തന്നെ അത് ഇനീഷ്യലൈസ് ചെയ്തു നം 0 ആയിട്ട്, എന്നിട്ട് ചെക്ക് ചെയ്തു നം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ. യെസ്, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. അപ്പോൾ ഈ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി കൺസോൾ ലോഗ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ നമ്മൾ എഴുതിയിട്ടുള്ളൂ. അതുകൊണ്ട് അത് പ്രിൻറ്റ് ചെയ്തു. അത് പ്രിൻറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, നേരെ ഇവിടെ പോയി എന്നിട്ട് നമ്മിന് അപ്ഡേറ്റ് ചെയ്തു. നം പ്ലസ് ഈക്വൽ ടു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നം ഈക്വൽ ടു നം പ്ലസ് 2 ഈക്വൽ ആണ്. അതായത് ചെക്ക് ചെയ്ത് നോക്കും, നം ഓൾറെഡി 0 ആണ്. അപ്പോൾ 0 പ്ലസ് 2 എന്ന് പറയുന്ന സമയത്ത് 2, എന്നിട്ട് നമ്മിനെ 2 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യും. എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കും 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ. യെസ്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും, ഇവിടെ വരും, എന്നിട്ട് 2 പ്രിൻറ്റ് ചെയ്യും. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും എന്ത് ചെയ്യും, നമ്മിലിപ്പോൾ ഓൾറെഡി 2 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു 2 കൂടെ കൂട്ടും, അപ്പോൾ 4 ആവും. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റാണ് ഡു വൈൽ. ഡു വൈൽ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, ആദ്യം നമ്മൾ ഡു എന്ന് പറഞ്ഞ് ഒരു കീവേഡ് ഇടണം, അതിനുശേഷം ഒരു കേളി ബ്രേസസ് ഓപ്പൺ ചെയ്യണം, എന്നിട്ട് കേളി ബ്രേസ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഒരു വൈൽ എന്ന് പറഞ്ഞ സംഭവം എഴുതണം. വൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കീവേഡ്. അതായത് ഇവിടെയാണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. അതായത് നേരത്തെ അതേ കേസ് നമുക്ക് ഇവിടെയും കൊടുക്കാം, ലെസ് ദാൻ ഈക്വൽ ടു 5. അപ്പോൾ ഈ ഡു വൈൽ ലൂപ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നം ഈക്വൽ ടു 0 ആയിട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഡു വൈൽ കണ്ടു കഴിഞ്ഞാൽ ഇത് അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യും, ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കയറും. അതിനുശേഷം മാത്രമേ കണ്ടീഷൻ ചെക്ക് ചെയ്യൂ. ഇതിനെ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്നാണ് പറയുന്നത്. അതായത് എന്താ പറയുക, ഇതിൻ്റെ അകത്തുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റും റൺ ചെയ്തതിന് ശേഷം മാത്രമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. അപ്പോൾ ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് നം എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നം ഈക്വൽ ടു നം പ്ലസ് 5. ഓക്കെ, നമ്മിന് ഞാൻ 10 എന്നുള്ള വാല്യൂ കൊടുക്കുകയാണ്. നോക്കാം. എന്നിട്ട് ഞാൻ ഇവിടെ ചെക്ക് ചെയ്യാണ് നം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഡൂവിൻ്റെ ഉള്ളിൽ കയറും, അതിനുശേഷം കൺസോൾ ചെയ്യിപ്പിക്കും. എന്ത് നമ്പറാണോ എന്താണോ നമ്മൾ ചെയ്യാൻ പറയുന്നത് അത് ചെയ്യും. അതിനുശേഷം നമ്മിന് അപ്ഡേറ്റ് ചെയ്യും, നം ഈക്വൽ ടു നം പ്ലസ് 5. എന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യാണ് ഇവിടെ. അതിനുശേഷമാണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്, നം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ എന്ന് ചെക്ക് ചെയ്യും. നം 10 ആണ്, അപ്പോൾ ഗ്രേറ്റർ ആണ്, അപ്പോൾ ഇത് കണ്ടീഷൻ ഫോൾസ് ആയി. അപ്പോൾ എന്ത് ചെയ്യും, ഈ ലൂപ്പിൽ കയറാതെ വീണ്ടും ലൂപ്പ് റൺ ചെയ്യാതെ പുറത്തേക്ക് പോകും. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈൽ ലൂപ്പിൽ നമ്മളൊരു കണ്ടീഷൻ കൊടുത്തു, അത് ഫോൾസ് ആകുന്നവരെ ഈ ലൂപ്പ് റൺ ചെയ്തുകൊണ്ടിരിക്കും. നോഡ് ഇപ്പോൾ കണ്ടോ, ഇവിടെ കണ്ടീഷൻ തെറ്റാണെങ്കിലും എന്ത് ചെയ്യും, അറ്റ്ലീസ്റ്റ് ഒരു ടൈമെങ്കിലും ഇത് റണ്ണായിരിക്കും. അതായത് ഫസ്റ്റായിട്ട് നമ്മൾ ലൂപ്പിൻ്റെ ഉള്ളിൽ കയറുകയാണ് ചെയ്യുന്നത്. കയറിയതിന് ശേഷമാണ് ചെക്ക് ചെയ്യുന്നത്. നമ്മൾ ഫോർ ലൂപ്പിൻ്റെ കേസിൽ എന്താണ്, ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യും, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ലൂപ്പിൻ്റെ ഉള്ളിൽ കയറൂ. ഇതാണ് ഡു വൈലിൻ്റെ പ്രത്യേകത. ഇങ്ങനെ ചില കേസുകൾ നമുക്ക് വരും. അതായത് അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും നമ്മളത് പ്രിൻറ്റ് ചെയ്യണം എന്നുള്ള കേസൊക്കെ വരും. ആ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡു വൈൽ യൂസ് ചെയ്യാം. അതായത് ഓരോന്നിൻ്റെ യൂസ് കേസ് അനുസരിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിഫറൻറ്റ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. നമുക്ക് ആവശ്യം എന്താണോ, യൂസ് കേസ് എന്താണോ, അതിനനുസരിച്ചാണ് നമ്മളിത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതിനെ എക്സിറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് എക്സിറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് കൺട്രോൾ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് വൈൽ ലൂപ്പ് എന്താണെന്ന് നോക്കാം. വൈൽ ലൂപ്പ് ആക്ച്വലി ഏകദേശം ഡു വൈലൊക്കെ പോലെ തന്നെ, പക്ഷെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യും, നം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ 10 ആണോ എന്ന് നോക്കുകയാണ്. അതിനുശേഷം ഒരു കേളി ബ്രേസസ് ഇടുന്നു, കൺസോൾ ഡോട്ട് ലോഗ് നം പ്ലസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞു കൊടുക്കും. അതായത് ഇവിടെ എന്താ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ, ആദ്യം ഫസ്റ്റ് ടൈം എന്ത് ചെയ്യും, ഇത് കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ആവും. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ഇവിടെ കൊടുക്കുന്ന കണ്ടീഷൻ ഫോൾസ് ആകുന്നവരെ ഇത് റിപ്പീറ്റഡ്ലി റൺ ആയിക്കൊണ്ടേയിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇത് ഒരു പ്രാവശ്യം പോലും റൺ ആയില്ല. എന്തുകൊണ്ടാണ്, ഫസ്റ്റ് തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്തു, നം ലെസ് ദാൻ 10 ആണോ, നം ലെസ് ദാൻ 10 അല്ല, നം ഈക്വൽ ടു 10 ആണ്, നം ലെസ് ദാൻ 10 അല്ല. അപ്പോൾ ഇത് ഫോൾസ് റിട്ടേൺ ചെയ്യും. അപ്പോൾ തന്നെ എന്ത് ചെയ്യും, ഇതിൻ്റെ ലൂപ്പിൻ്റെ പുറത്തിറങ്ങും. ഇനി നമുക്ക് 5 കൊടുത്ത് നോക്കി നോക്കാം, 4 കൊടുത്ത് നോക്കി നോക്കാം. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 പ്രാവശ്യമെങ്കിലും ഇത് റണ്ണാവും. കണ്ടോ, ആദ്യം ഇവിടെ വന്നു, ആദ്യം 4 ആണ്, 4 ലെസ് ദാൻ 10 ആണോ, യെസ്. അപ്പോൾ കൺസോൾ ചെയ്യിപ്പിക്കും, 4 കൺസോൾ ചെയ്യിപ്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്യും, 4ൻ്റെ നം കൂട്ടുകയാണ്, നം
പ്ലസ് ഈക്വൽ ടു 5, അതായത് നമ്മിൽ ഓൾറെഡി 4 ഉണ്ട്. അപ്പോൾ 4ൻ്റെ കൂടെ എന്ത് ചെയ്തു, ഒരു 5ഉം കൂടെ കൂട്ടി, അപ്പോൾ 9 ആയി. എന്നിട്ട് വീണ്ടും ചെക്ക് ചെയ്തു 9 ലെസ് ദാൻ 10, യെസ്, അതും ട്രൂ ആണ്. അപ്പോൾ വീണ്ടും നമ്മൾ ചെക്ക് ചെയ്തു, ഇവിടെ കൺസോൾ ചെയ്യിപ്പിച്ചു 9 എന്ന് പറഞ്ഞിട്ട്. വീണ്ടും 5 കൂട്ടുകയാണ്. 5 കൂട്ടുന്ന സമയത്ത് 14 എന്ന് പറഞ്ഞു വരും. വീണ്ടും വൈൽ ലൂപ്പ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് 14 ലെസ് ദാൻ 10 ആണോ, അല്ല, അപ്പോൾ അത് ഫോൾസ് ആവും. അപ്പോൾ എന്ത് ചെയ്യും, ഈ ലൂപ്പിൻ്റെ പുറത്തേക്ക് ഇതിറങ്ങും. ഇതാണ് ലൂപ്പ്, ഇതാണ് വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ബ്രേക്ക് കണ്ടിന്യൂ, ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പറയാം. ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പറയുക, നമ്മളെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിനെ മാനേജ് ചെയ്യാൻ വേണ്ടി, അതിൻ്റെ കൺട്രോൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് കണ്ടിന്യൂ, ബ്രേക്ക് എന്ന് പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബ്രേക്ക് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്ത് ഈ ലൂപ്പിൻ്റെ പുറത്തേക്ക് ഇറങ്ങണം, പിന്നെ ആ ലൂപ്പ് റൺ ചെയ്യേ വേണ്ട. ഈ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക് യൂസ് ചെയ്യാം. അതായത് ഞാൻ ഒരു കണ്ടീഷൻ തരാം, നമ്മ 1 എന്നാണ് ഇവിടെ വരുന്നത്. എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് നം ഈക്വൽ ടു 5 ആകുന്ന സമയത്ത് എനിക്ക് ബ്രേക്ക് ചെയ്യണം. ഇവിടെ ഒന്നും കൂടെ മനസ്സിലാകാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും, ഈ ലൂപ്പിൻ്റെ പുറത്ത് എൻഡ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഓരോ നമ്പറായിട്ടാണ് ഞാൻ ഇവിടെ കൂട്ടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. കണ്ടോ, 4 കഴിഞ്ഞ സമയത്ത് എന്ത് ചെയ്തു, എൻഡായി. അപ്പോൾ നമ്മൾ കണ്ടീഷൻ നോക്കുന്നില്ല. ഈവൻ കണ്ടീഷൻ അടുത്ത സ്റ്റെപ്പിൽ സാറ്റിസ്ഫൈ ആകുമെങ്കിലും എന്ത് ചെയ്യും, ഈ ബ്രേക്ക് വിളിച്ച് കഴിഞ്ഞാൽ ആ ലൂപ്പിൻ്റെ പുറത്തേക്ക് ഇറങ്ങും. അതായത് ഇവിടെ ഫസ്റ്റ് 1 വന്നു, 1 കൺസോൾ ചെയ്യിപ്പിച്ചു, 1ൻ്റെ കൂടെ 1 കൂട്ടി, അപ്പോൾ 2 ആയി. എന്നിട്ട് ചെക്ക് ചെയ്യും, ഇഫ് നം ഈക്വൽ ടു 5 ആണോ, അല്ല. 2 ഈക്വൽ ടു 5 ആണോ, അല്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇത് സ്കിപ്പ്. എന്നിട്ട് വൈലിൻ്റെ ഉള്ളിൽ കയറി വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും, 2 ലെസ് ദാൻ 10 ആണോ. അങ്ങനെ വന്ന് 5 വരും, 5 ലെസ് ദാൻ 10 ആണോ, യെസ്. അപ്പോൾ കൺസോൾ ചെയ്യിപ്പിക്കും 5നെ, സോറി 4നെ കൺസോൾ ചെയ്യിപ്പിക്കും. 4ൻ്റെ കേസ് വരുന്ന സമയത്ത് 4നെ കൺസോൾ ചെയ്യിപ്പിക്കും. എന്നിട്ട് 4ൻ്റെ കൂടെ 1 കൂടെ കൂട്ടും, അപ്പോൾ 5 ആവും. എന്നിട്ട് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കും, നം ഈക്വൽ ടു 5 ആണോ, യെസ്, അതെ. അപ്പോൾ എന്ത് ചെയ്യും, ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഈ ലൂപ്പിൻ്റെ പുറത്തേക്ക് ഇറങ്ങും. ലൂപ്പ് പിന്നെ റൺ ചെയ്യില്ല. ഇനി രണ്ടാമത്തെ കേസ് നമുക്ക് കണ്ടിന്യൂ എന്താണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എപ്പോഴാണോ നം ഈക്വൽ ടു 5 ആകുന്നത്, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 5 ആകുന്ന സമയത്ത് എനിക്കതിനെ കൺസോൾ ചെയ്യിപ്പിക്കേണ്ട, 5 എനിക്ക് കൺസോൾ ചെയ്യിപ്പിക്കേണ്ട. ഈ ഒരു കേസിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഫ് നം ഈക്വൽ ടു 5 ആണോ എന്ന് ചെക്ക് ചെയ്യും. ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്പിൻ്റെ കൗണ്ട് കൂട്ടിയതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ കണ്ടിന്യൂ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് താഴോട്ടുള്ള ഒന്നും അത് റൺ ചെയ്യില്ല. ഓക്കെ, കണ്ടിന്യൂ എവിടെ നിന്ന് കാണുന്നോ അവിടെ വെച്ചിട്ട് അത് ബ്രേക്ക് ചെയ്യും, അത് സ്കിപ്പ് ചെയ്യും. ആ പെർട്ടിക്കുലർ ഇട്രേഷൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ഇട്രേഷനിലേക്ക് പോകും. ഓക്കെ, അതാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം. കണ്ടോ, ഇവിടെ വരുന്ന സമയത്ത് 1 പ്രിൻറ്റ് ചെയ്തു, 2 പ്രിൻറ്റ് ചെയ്തു, 3 പ്രിൻറ്റ് ചെയ്തു, 4 പ്രിൻറ്റ് ചെയ്തു. 5 എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, 5 ഈക്വൽ ടു നം ഈക്വൽ ടു 5 ആണോ എന്ന് ചെക്ക് ചെയ്യും. യെസ്, അതെ. അപ്പോൾ ഇതിൻ്റെ ലൂപ്പിൻ്റെ ഉള്ളിൽ കയറും. ലൂപ്പിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം എന്ത് ചെയ്യും, നം പ്ലസ് ഈക്വൽ ടു 1 ആക്കും. അതായത് നം 5 എന്നുള്ളത് 6 ആക്കും. എന്നിട്ട് കണ്ടിന്യൂ ചെയ്യും. ഇത് രണ്ടും എന്ത് ചെയ്യും, റൺ ആവില്ല. ഇതിനാണ് കണ്ടിന്യൂ യൂസ് ചെയ്യുന്നത്. നമുക്ക് ചില യൂസ് കേസ് വരും, അതായത് ചില കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ റൺ ആകണ്ട. ആ ഒരു കേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കണ്ടിന്യൂ എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഫോറിൻ ആക്ച്വലി എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ഒബ്ജക്റ്റിലേക്ക്, അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റിൽ ഒരുപാട് വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഓരോ ഒബ്ജക്റ്റിൻ്റെ ഇന്യൂമറബിൾസ്, അതായത് കീയിലൂടെയോ വാല്യൂയിലൂടെയോ നമുക്ക് ഇട്രേറ്റ് ചെയ്യണം. ഇട്രേറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഓരോ വാല്യൂവിൻ്റെ ഉള്ളിലൂടെ നമുക്ക് പോകണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ജസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഈ ഫോർ ഇൻ എന്ന് പറയുന്ന ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ES6 വന്നത്. obj1 എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നെയിം സാം
ജെൻഡർ മെയിൽ എന്ന് പറഞ്ഞു കൊടുക്കുക. ഞാൻ ഒരു ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ലെറ്റ് ഒരു വേരിയബിൾ നമ്മൾ കൊടുക്കുകയാണ്, ഐറ്റം എന്ന് കൊടുക്കുകയാണ്, ഐറ്റം ഇൻ ഒബ്ജക്റ്റ് 1. അപ്പോൾ എന്താ നടക്കുക നോക്കി നോക്കാം കേട്ടോ. കൺസോൾ ഡോട്ട് ലോഗ് ഐറ്റം ഞാൻ പ്രിൻ്റ് ചെയ്യാണ്. അപ്പോൾ ഐറ്റത്തിൽ എന്താ കിട്ടുക നമുക്ക് നോക്കാം. കണ്ടോ, നെയിമും കിട്ടി, ജെൻഡറും കിട്ടി. അതായത് ഈ ഒബ്ജക്റ്റിലുള്ള എല്ലാ കീസും നമുക്ക് കിട്ടും. ഓക്കെ, ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇനി നമുക്കിപ്പോൾ വാല്യൂ വേണം, വാല്യൂ പ്രിൻ്റ് ചെയ്യണം. എന്താ ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചാണ് ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയാണ് വാല്യൂസ് ആക്സസ് ചെയ്യാമെന്ന്. അപ്പോൾ ഐറ്റം കൊടുത്താൽ മതി. ഐറ്റത്തിൽ നമുക്ക് എന്ത് ചെയ്യും, ഓരോ പ്രാവശ്യം ഇത് ഇറ്ററേറ്റ് ചെയ്യുന്ന സമയത്തും ഓരോ വാല്യൂസ് കിട്ടും. അപ്പോൾ ആ വാല്യൂസ് ഓരോ കീസ് കിട്ടും. ആ കീസ് നമ്മൾ ഈ ഒബ്ജക്റ്റ് ഓഫ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, കണ്ടോ, സാം എന്ന് കിട്ടി. രണ്ടാമത്തെ ഇറ്ററേഷനിൽ ഇത് മെയിൽ എന്ന് പറഞ്ഞു. ഇതെങ്ങനെയാണ് റൺ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് എടുക്കും. ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഫുൾ വാല്യൂസ് എടുക്കും. എന്നിട്ട് ഫസ്റ്റ് ടൈം എന്ത് ചെയ്യും, ഈ ഐറ്റം ഫസ്റ്റ് ഐറ്റം ഈ നെയിം എന്ന് പറയുന്നത് ഈ ഐറ്റത്തിൻ്റെ അകത്ത് അസൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് പ്രാവശ്യം എന്തൊക്കെയാണോ ഇവിടെ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ഫോറിൻ ലൂപ്പിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത് അത് ഫുള്ള് റണ്ണാവും. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, ഈ ഒബ്ജക്റ്റിലെ രണ്ടാമത്തെ ഐറ്റം എടുക്കും, അതിനെ ഐറ്റത്തിൻ്റെ ഉള്ളിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഇത് റൺ ചെയ്യുന്നത്. ഇനി നമ്മൾ ഫോർ ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഫോർ ഓഫ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് ഒരുപാട് ഇറ്ററബിൾ ഒബ്ജക്ട്സ് ഉണ്ട്. അറേ ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, മാപ്പ് ഉണ്ട്, സെറ്റ് ഉണ്ട്. ഇതിൻ്റെ അകത്തൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ അകത്തുള്ള ഡാറ്റാസൊക്കെ നമുക്ക് ആക്സസ് ചെയ്യണം. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യണം, വേറെ എന്തിലെങ്കിലും ഷോ ചെയ്യിപ്പിക്കണം, യൂസർക്ക് ഷോ ചെയ്യിപ്പിക്കണം. ഇങ്ങനെയുള്ള കേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോർ ഓഫ് ഉപയോഗിക്കാം. ഫോർ ഓഫ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ വാല്യൂസിൻ്റെ ഉള്ളിലൂടെ നമുക്ക് പോകാൻ പറ്റും. എല്ലാ വാല്യൂസും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനൊരു അറേ ജസ്റ്റ് അറേ 1 എന്ന് പറഞ്ഞിട്ട് ഒന്ന് കൊടുക്കുകയാണ്. 1 2 3 4 സാം റോബിൻ 32 ഇങ്ങനെ കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നുമില്ല, ഇന്നിന് പകരം ഓഫ് ഇവിടെ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അറേ 1 എന്നിട്ട് എങ്ങനെ കൺസോൾ ചെയ്യിപ്പിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഐറ്റം എന്ന് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഇത് പ്രിൻറ്റ് ചെയ്യുന്നതെന്ന്. കണ്ടോ, ഇതിൻ്റെ അകത്തുള്ള എല്ലാ വാല്യൂസും നമുക്കിവിടെ കിട്ടി. കണ്ടോ, 1 2 4 ഓരോ ഇറ്ററേഷനായിട്ടാണ് വരുന്നത്. അതായത് ഫസ്റ്റ് അറേൻ്റെ ഉള്ളിൽ കയറും, എന്നിട്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, അറേന് ഫസ്റ്റ് വാല്യൂ ഐറ്റത്തിന് ഫസ്റ്റ് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കും. അസൈൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇനീഷ്യലൈസ് ചെയ്യുക. ആ വാല്യൂവിനെ ഇത് വേരിയബിളിനെ ഈ വാല്യൂ ആയിട്ട് അസൈൻ ചെയ്യുക. അതായത് ഇങ്ങനെയാണ് നടക്കുന്നത്. ഫസ്റ്റ് കേസിൽ ഐറ്റം ഈക്വൽ ടു 1 ആയി. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ എവിടെയൊക്കെ ഐറ്റം യൂസ് ചെയ്യുന്നോ അതിൻ്റെ അകത്തൊക്കെ എന്താ ചെയ്യുക, ഈ വാല്യൂ ആണ് കിട്ടുക. ഇനി സെക്കൻഡ് ഇറ്ററേഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ 1 മാറിയിട്ട് 2 ആവും. എവിടെയൊക്കെ ഐറ്റം യൂസ് ചെയ്യുന്നോ അവിടെയൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് അസൈൻ ആയിട്ടുള്ള ആ വാല്യൂസാണ് കിട്ടുക. ഓക്കെ, ഇങ്ങനെയാണ് ഫോർ ഓഫ് വർക്ക് ചെയ്യുന്നത്. ഇതിനൊക്കെയാണ് ആക്ച്വലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഇറ്ററബിൾസിനൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റും ഇറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇതാണ് മെയിനായിട്ട് ജാവാ സ്ക്രിപ്റ്റിലുള്ള ലൂപ്പിംഗ് ആൻഡ് ഇറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി നമുക്ക് കൺട്രോൾ ഫ്ലോയിലേക്ക് പോകാം. കൺട്രോൾ ഫ്ലോ എന്ന് പറയുന്ന സമയത്ത് മെയിനായിട്ട് നമുക്ക് വരുന്നത് ഇഫ്, എൽസിഫ് ലാഡർ, സ്വിച്ച് ഒക്കെയാണ്. ഇത് ആക്ച്വലി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു വലിയ പ്രോഗ്രാം ചെയ്യണം. പ്രോഗ്രാം എങ്ങനെ വർക്ക് ചെയ്യുക, ടോപ്പ് ടു ബോട്ടാണ്. അതായത് ഫസ്റ്റ് ലൈന് ആദ്യം വർക്ക് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് എക്സ്പ്രഷൻ എന്താണോ അത് റൺ ചെയ്യും, തേർഡ് എക്സ്പ്രഷൻ അങ്ങനെ പോകും. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇതിൻ്റെ കൺട്രോളിനെ എന്ത് ചെയ്യും, മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇഫ് ക്ലോസ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇടയ്ക്ക് വെച്ച് ചെയ്ത് നോക്കും, ഈ വാല്യൂ ഇന്നതിന് ഈക്വൽ ആണോ, അല്ലെങ്കിൽ ചില എക്സ്പ്രഷൻസൊക്കെ നമ്മൾ കൊടുത്തു നോക്കും. അതായത് ലോഗിൻ ഇൻപുട്ട് ട്രൂ ആണോ, ലോഗിൻ സക്സസ് ആണോ. ലോഗിൻ സക്സസ് ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഫ്ലോ തിരിച്ചു വിടും. അതായത് ഈ സാധനം വർക്ക് ചെയ്യണം, ഫസ്റ്റുള്ള സാധനം വർക്ക് ചെയ്യണം, ഫസ്റ്റുള്ള കോഡ് വർക്ക് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യും, രണ്ടാമത് ചെക്ക് ചെയ്ത് നോക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എറർ കോഡ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, ആ എറർ കോഡ് നമ്മൾ റൺ ചെയ്യണം. ഇങ്ങനെ കൺട്രോൾ തിരിച്ചു വിടാനാണ് ഇഫ് ക്ലോസ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഇഫ് ക്ലോസ് എന്താ നോക്കാം. എഫ് ക്ലോസിൻ്റെ ഉള്ളിൽ ഈ ബ്രാക്കറ്റ് ഉണ്ട്, ഈ കേളി ബ്രേസസിൻ്റെ ഉള്ളിൽ നമ്മൾ എക്സ്പ്രഷനാണ് കൊടുക്കുക. ആക്ച്വലി ഞാൻ എന്ത് ചെയ്യാം, ലെറ്റ് റെസ്പോൺസ് ഈക്വൽ ടു
സക്സസ് എന്ന് പറഞ്ഞ് കൊടുത്തു. എന്നിട്ട് ഇവിടെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. സക്സസ് റെസ്പോൺസ് ഈക്വൽ ടു സക്സസ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. സക്സസ് ആണെങ്കിൽ console.log സക്സസ് എന്ന് കൊടുത്തു. ഓക്കെ, ഇവിടെ എൻ്റെ ഒന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ആക്ച്വലി ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എക്സ്പ്രഷനാണ്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയാണ്, കമ്പയർ ചെയ്ത് നോക്കിയാണ് റെസ്പോൺസിൽ എന്താണോ വാല്യൂ വരുന്നത് അത് സക്സസ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയാണ്. സക്സസ് ആണെങ്കിൽ കൺസോൾ ചെയ്യിപ്പിക്കണം സക്സസ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എൻഡ് ചെയ്യണം. ഇതാണ് നമ്മുടെ എന്താ പറയുക പ്രോഗ്രാം വരുന്നത്. അപ്പോൾ ആക്ച്വലി എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ എക്സ്പ്രഷൻ ആദ്യം റൺ ചെയ്യും. ഈ എക്സ്പ്രഷൻ റൺ ചെയ്തിട്ട് ട്രൂ ആണോ ഫോൾസ് ആണോ കിട്ടുന്നതെന്ന് നോക്കും. അതായത് എന്തൊരു എക്സ്പ്രഷൻ റൺ ചെയ്ത് കഴിഞ്ഞാലും അതിന് ഒന്നുകിൽ എന്ത് ചെയ്യും, ട്രൂ അല്ലേ ഫോൾസ് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇഫ് ക്ലോസിൻ്റെ ഉള്ളിൽ എന്താ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ ട്രൂ ആണോ ഫോൾസ് ആണോ. ട്രൂ ആണെങ്കിൽ ഈ ബ്ലോക്കിൻ്റെ ഉള്ളിൽ എന്താണോ നമ്മൾ ഡിഫൈൻ ചെയ്തത് അത് റണ്ണാവും. ഫോൾസ് ആണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യും, ഇത് റൺ ചെയ്യില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്, ഇഫിൻ്റെ വർക്കിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് റെസ്പോൺസ് ഈക്വൽ ടു സക്സസ് ആണ്. അപ്പോൾ സക്സസ് പ്രിൻ്റ് ആയി. അപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും കൊടുക്കുന്നു. ഓക്കെ, റാൻഡം നമ്പർ കൊടുത്തു. അപ്പോൾ കണ്ടോ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എൻ്റർ ആയില്ല. ഓക്കെ, ഇനി നമുക്ക് ഇഫ് എൽസ് എന്താ നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കും റെസ്പോൺസ് ഈക്വൽ ടു സക്സസ് ആണോ. സക്സസ് ആണെങ്കിൽ ഇത് പ്രിൻ്റ് ചെയ്യണം, ഇത് കൺസോൾ ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് മറ്റൊരു കാര്യം കൺസോൾ ചെയ്യിപ്പിക്കണം. ഈ ഒരു കേസിലാണ്, അതായത് നമ്മൾ ആദ്യം ഒരു എക്സ്പ്രഷൻ ചെക്ക് ചെയ്ത് നോക്കുന്നു, അത് സക്സസ് ആണെങ്കിൽ ഓക്കെ ഇന്ന സ്റ്റെപ്പുകൾ ചെയ്യണം. അല്ലെങ്കിൽ അതല്ല കേസ്, നമ്മൾ ചെക്ക് ചെയ്യുന്ന എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, മറ്റു കുറച്ച് കണ്ടീഷൻസ് ചെക്ക് ചെയ്യണം. ഇതിന് വേണ്ടിയിട്ടാണ് ഇഫ് എൽസ് യൂസ് ചെയ്യുന്നത്. console.log failed. അത് നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് എൻഡിൽ നിന്നൊരു റെസ്പോൺസ് വരുന്ന സമയത്ത്, അതായത് ലോഗിനൊക്കെ ചെയ്യുന്നത്, ഞാൻ സ്ഥിരം പറയുന്ന ഇത് എക്സാമ്പിൾ പറയാം. അപ്പോൾ ലോഗിനൊക്കെ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ എന്താകും, അയാൾ ഓതറൈസ്ഡ് യൂസർ ആയിരിക്കും, അതായത് ഓൾറെഡി രജിസ്റ്റേർഡ് ആയിരിക്കും, അടിക്കുന്ന പാസ്വേഡ് യൂസറിന് സെയിം ആയിരിക്കും. ഈ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ ചെക്ക് ചെയ്ത് നോക്കാം സക്സസ് ഈക്വൽ ടു ട്രൂ ആണോ. സക്സസ് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യണം, അഡ്മിനെ ആ യൂസറിനെ എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്യിപ്പിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളൊരു എറർ മെസ്സേജ് കൊടുക്കണം. ഈ ഒരു കേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇഫ് എൽസ് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ ഇഫ് എൽസ് ലാഡർ. ഇഫ് എൽസ് ലാഡർ എന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് കൂടുതൽ കണ്ടീഷൻസ് ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഇവിടെ 2 കണ്ടീഷൻസേ ഉള്ളൂ. ഒരു കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തു, അല്ലെങ്കിൽ മറ്റൊരു കുറച്ച് എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് റൺ ചെയ്തു. ഇനി എന്താ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ കേസ് നമുക്ക് ചെക്ക് ചെയ്യണം. അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മാർക്കിൻ്റെ കേസ് നോക്കാം. അതായത് മാർക്ക് എത്രയാണ്, എനിക്ക് 70 കിട്ടിയത്. ആദ്യം ചെക്ക് ചെയ്ത് നോക്കിയാണ് മാർക്ക് ലെസ് ദാൻ 30 ആണോ എന്ന്. മാർക്ക് ലെസ് ദാൻ 30 ആണെങ്കിൽ ഫെയിലായി. ഓക്കെ, ഇനി എൽസിഫ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യും, എൽസിഫ് ലാഡർ ഡിഫൈൻ ചെയ്യുക. അതായത് എൽസ് ആദ്യം ഇത് ചെക്ക് ചെയ്യും, ഇതല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്തേക്ക് വരും എൽസിഫിലേക്ക് വന്നിട്ട് അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും. മാർക്ക് ലെസ് ദാൻ 80 ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ്. എൻ്റെ വീണ്ടും ഒരു എൽസിഫ് ഞാൻ കൊടുക്കുകയാണ്. മാർക്ക് ലെസ് ദാൻ 90 ആണെങ്കിൽ ഡിസ്റ്റിങ്ഷൻ, അത് 100 എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി ഇതൊന്നുമല്ല, ഒരു 110 അങ്ങനെയൊക്കെയാണ് അടിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം, എനിക്ക് കൺസോൾ ചെയ്യിപ്പിക്കണം. അതായത് ഇൻവാലിഡ് ഡാറ്റ. ഓക്കെ, ഇതാണ് എനിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നോഡ് കൊടുത്തു. അപ്പോൾ എൻ്റെ മാർക്ക് 70 ഫസ്റ്റ് ആദ്യം എന്ത് ചെയ്തു, 30 ചേരും. മാർക്ക് ലെസ് ദാൻ 30 ആണോ ചെക്ക് ചെയ്തു, അല്ല. അപ്പോൾ അടുത്ത കേസിലേക്ക് പോയി, എന്നിട്ട് ചെക്ക് ചെയ്തു മാർക്ക് ലെസ് ദാൻ 80 ആണോ, യെസ് 80 ആണ്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്തു. ഇനി ഞാനിപ്പോൾ 99 കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരുമെന്ന് നോക്കാം. കണ്ടോ, ഡിസ്റ്റിങ്ഷൻ എന്ന് വന്നു. ഇനി നമ്മൾ 7888 എന്ന് കൊടുക്കുക. എന്ത് ചെയ്തു, ഇൻവാലിഡ് ഡാറ്റ എന്ന് പറഞ്ഞു വന്നു. ഇങ്ങനെ മൾട്ടിപ്പിൾ കേസസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇഫ് എൽസ് ലാഡർ യൂസ് ചെയ്യുന്നത്.
ഇനി മറ്റൊരു കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റാണ് സ്വിച്ച് എന്ന് പറഞ്ഞത്. സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരുപാട് കണ്ടീഷൻസ്, ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഒരു വേരിയബിൾ എടുക്കാം, ലെറ്റ് ഡേ നെയിം, ഡേ എന്ന് മാത്രം കൊടുക്കാം. എന്നിട്ട് ന്യൂ ഡേറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ അതിനെ ഞാൻ വിളിക്കുകയാണ്. ഡേറ്റ് ഡോട്ട് ഐ തിങ്ക് ഗെറ്റ് ഡേ. ഞാൻ കൺസോൾ ചെയ്ത് നോക്കുകയാണ് അതിൻ്റെ അതെന്താ വരുന്നതെന്ന്. ഡേയിൻ്റെ നമ്പറാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആക്ച്വലി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേയിൻ്റെ നമ്പർ എടുക്കുകയാണ്. എന്നിട്ട് ഒരു വേരിയബിളും കൂടെ ഞാനിവിടെ ഡിഫൈൻ ചെയ്യുകയാണ്. അത് എം ടി ആയിട്ട് തന്നെ ഞാൻ കൊടുക്കുകയാണ്. ജസ്റ്റ് ഡിഫൈൻ ചെയ്ത് എം ടി സ്ട്രിങ്. അതിനുശേഷം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സ്വിച്ചിൻ്റെ ഉള്ളിൽ ഈ ഡേ എന്ന് പറഞ്ഞ വേരിയബിൾ എടുത്തു. അതായത് ഡേയിൽ എന്താണോ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അത് ഈ സ്വിച്ചിൻ്റെ ഉള്ളിൽ വന്നു. എന്നിട്ട് ഇവിടെ നിന്ന് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് എന്ന് പറഞ്ഞ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയാണ്. അതായത് കേസ് 0 ആണെങ്കിൽ, അതായത് ഡേയിൻ്റെ ഉള്ളിൽ 0 എന്ന് പറഞ്ഞ ഔട്ട്പുട്ടാണ് ലഭിക്കുന്നതെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, ഡേ നെയിം ഈക്വൽ ടു മൺഡേ എന്ന് കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിനെനിക്ക് ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എപ്പോഴെങ്കിലും എനിക്ക് 0 കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഡേ നെയിമിനെ മൺഡേ ആക്കിയതിന് ശേഷം ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ശേഷം എന്തൊക്കെ കോഡുണ്ടോ അതൊന്നും റൺ ചെയ്യില്ല, ജസ്റ്റ് സ്വിച്ചിൻ്റെ പുറത്തേക്ക് ഇറങ്ങും. ഓക്കെ, ഇനി നമുക്ക് അതേപോലെ തന്നെ ഡേ 0 എന്ന് പറയുന്ന സമയത്ത് സൺഡേ ആണ്. ഓക്കെ, ഇനി അടുത്ത കേസസ് ഞാൻ കൊടുക്കുകയാണ്. 1 ആകുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യണം, മൺഡേ പ്രിൻറ്റ് ചെയ്യണം. ഇതാണ് കേസിൽ. 2 ആണ് കേസിൽ ട്യൂസ്ഡേ. ാമ കേസിൽ വെഡ്നെസ്ഡേ. 4 കേസിൽ തേഴ്സ്ഡേ. 5 കേസിൽ ഫ്രൈഡേ. ലാസ്റ്റ് കേസാണ് സാറ്റർഡേ. ഇനി എന്ത് ചെയ്യാണ്, സ്വിച്ചിൻ്റെ അകത്ത് ഡിഫോൾട്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻസ് ഒന്നും ശരിയായില്ല, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മറ്റെന്തെങ്കിലും കൊടുക്കാം. അതായത് ഡിഫോൾട്ടായിട്ട് ഇൻവാലിഡ് ഡേ എന്നോ, യെസ് ഇൻവാലിഡ് ഡേ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഏറ്റവും ലാസ്റ്റ് കൺസോൾ ഡോട്ട് ലോഗ് ടുഡേ ഈസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഡേ നെയിം കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതെങ്ങനെ റൺ ചെയ്യുന്നത് നോക്കാം. കണ്ടോ, സാറ്റർഡേ എന്ന് പറഞ്ഞു പോകുന്നു, നമ്മൾ ടുഡേസ് നെയിം വന്നു. അപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേയിൽ എടുക്കുന്ന സമയത്ത് ഇത് ഡിഫോൾട്ടായിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഇന്നത്തെ ഡേ നമ്പർ എന്താണോ അത് കിട്ടും. ആ ഡേ നമ്പർ നമ്മൾ സ്വിച്ചിൻ്റെ ഉള്ളിൽ കൊടുക്കുകയാണ്. എന്നിട്ട് ഓരോ കേസായിട്ട് ചെക്ക് ചെയ്തു, കേസ് 0 ആണോ, ഡേ 0 ആണോ, അല്ല ഡേ 1 അല്ല, അപ്പോൾ അടുത്ത കേസിലേക്ക് പോകും, ഡേ 2 ആണോ, അതുമല്ല, 3 ആണോ, അല്ല. ഏറ്റവും ലാസ്റ്റ് ഇവിടെ എത്തുന്ന സമയത്ത് കേസ് 6 ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ഡേ നെയിമിൽ സാറ്റർഡേ എന്ന് പറഞ്ഞിട്ട് അസൈൻ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ബ്രേക്ക് ചെയ്യും. അതായത് അതിന് ശേഷം എന്തൊക്കെ വന്നു കഴിഞ്ഞാലും അത് റൺ ആവില്ല. ഓക്കെ, സ്വിച്ചിൻ്റെ പുറത്തിറങ്ങി എന്നിട്ട് കൺസോൾ ലോഗിൽ ഡേ നെയിം പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഇന്നത്തെ ഡേയിൻ്റെ പേര് കിട്ടി. ഇങ്ങനെയാണ് സ്വിച്ച് ചെയ്യുന്നത്. അതായത് ഒരുപാട് കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സ്പ്രഷൻ സ്വിച്ചിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ട് കേസ് എന്ന് പറഞ്ഞിട്ട് ഓരോ വാല്യൂസ് ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ,
ഇത് നിങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രാംസ്, സാമ്പിൾ പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ നിങ്ങൾക്ക് നെറ്റിൽ നോക്കിയിട്ട് ചെയ്ത് നോക്കാം. എവിടെയൊക്കെ സ്പെസിഫിക്കലി ഏതൊക്കെ കണ്ടീഷൻസിൽ നിങ്ങൾക്ക് ട്രൈ യൂസ് ചെയ്യാം, ഐ മീൻ സ്വിച്ച് യൂസ് ചെയ്യാം, ഇഫ് എൽസ് ലാഡർ യൂസ് ചെയ്യാം, എൽസ് ഇഫ് ലാഡർ യൂസ് ചെയ്യാം, ബെസ്റ്റ് പ്രാക്ടീസസ് എല്ലാം യൂസ് ചെയ്യുന്നതിനൊരു ഓരോ ബെസ്റ്റ് പ്രാക്ടീസസ് ഉണ്ട്. ഇൻഡസ്ട്രിയിൽ ഫോളോ ചെയ്യുന്ന ചില ബെസ്റ്റ് പ്രാക്ടീസസ്, അതൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. പിന്നെ അടുത്ത ടോപ്പിക്കാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്. അതായത് നമ്മളെ പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞു ടോപ്പ് ടു ബോട്ടാണ് ഇങ്ങനെ പ്രോഗ്രാം റൺ ചെയ്ത് വരുന്ന സമയത്ത് എന്തെങ്കിലും എറേഴ്സോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഫുൾ കോഡിന് അത് ഇൻട്രപ്റ്റ് ചെയ്യും. അതായത് എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ അതിന് താഴോട്ടുള്ള കാര്യങ്ങളൊന്നും റൺ ചെയ്യില്ല. ഈ ഒരു കേസിൽ എന്താ ചെയ്യുക, ചില സമയത്ത് എന്ത് ചെയ്യുക, നമ്മൾ ഉദ്ദേശിക്കാത്ത എറേഴ്സൊക്കെ വരും ചില കേസിൽ. അപ്പോൾ ഇതിനൊക്കെ മാനേജ് ചെയ്യാനാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിങ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു എറർ വന്നു, ഇടയ്ക്കുന്ന് എന്തെങ്കിലും ഒരു എറർ വന്നു, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത മറ്റെന്ത് കാര്യങ്ങളൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ നമുക്ക് ചെയ്യാം. അതായത് നമുക്ക് ഫ്ലോയിന് എന്താ പറയുക, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലും അത് പ്രോഗ്രാമിങ്ങിനെ ബാധിക്കാത്ത രീതിയിൽ നമ്മളത് ഹാൻഡിൽ ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കീവേഡാണ് ട്രൈ, ക്യാച്ച്, ഫൈനലി, ത്രോ. അപ്പോൾ ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ആദ്യം തന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ എറേഴ്സ് വരാൻ സാധ്യതയുള്ള ഒരു കോഡ് നമുക്ക് എന്ത് ചെയ്യാം, ട്രൈൻ്റെ ഉള്ളിൽ റാപ്പ് ചെയ്ത് എഴുതാം. ട്രൈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു ട്രൈ എഴുതി കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും ക്യാച്ച് നമ്മൾ എഴുതിയിരിക്കണം, അല്ലേ എറർ അടിക്കും. അതായത് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ട്രൈ ഉണ്ടെങ്കിൽ ക്യാച്ച് ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൈൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു എറേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്ന ക്യാച്ചാണ് അതിനെ മാനേജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ട്രൈ എഴുതി കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്യാച്ച് നമ്മൾ എഴുതണം. ക്യാച്ച് എഴുതുന്ന സമയത്ത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രൈന് എത്ര ക്യാച്ച് വേണമെങ്കിൽ നമുക്ക് എഴുതാം. അതിന് ശേഷം വരുന്നതാണ് ബ്ലോക്കാണ് ഫൈനലി. അതായത് ഫൈനലി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈവൻ നമ്മൾ കോഡ് എഴുതുന്ന സമയത്ത് എന്തെങ്കിലും എറേഴ്സോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, നേരെ ക്യാച്ചിലേക്ക് പോയിട്ട് ക്യാച്ചിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിഫൈൻ ചെയ്യുന്നത് അതാണ് ചെയ്യുക. അഥവാ നമ്മൾ ഒരു എറേഴ്സും വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ ക്യാച്ച് സ്കിപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ എറേഴ്സ് വന്നു കഴിഞ്ഞാലും വന്നില്ലെങ്കിലും എന്ത് തന്നെ ആയിരുന്നാലും ചിലപ്പോൾ റൺ ചെയ്യേണ്ട ചില സ്റ്റെപ്സ് ഉണ്ടാകും. ഇപ്പോൾ ഒരു കേസ് നമുക്ക് നോക്കാം. അതായത് ലോഗിൻ ചെയ്യുന്ന ഒരു കേസാണ്. അപ്പോൾ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു ലോഡർ റൺ ആവും. നമുക്കൊരു റെസ്പോൺസ് വരുന്നതിന് മുമ്പേ നമ്മൾ ലോഗിൻ സക്സസ്ഫുൾ എന്നോ അല്ലെങ്കിൽ പാസ്വേഡ് ആൻഡ് ഇമെയിൽ ഇൻകറക്റ്റ് എന്നോ എന്ത് തന്നെ ആയിരുന്നാലും ആ എറേഴ്സ് വരുന്നതിന് ആ സമയത്ത് എന്ത് ചെയ്യും, അതുവരെ ഒരു ലോഡർ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ലോഡർ റൺ ചെയ്യുന്ന കേസിൽ ഈവൻ ഇത് എറേഴ്സ് ഒന്നും തന്നില്ലെങ്കിലും എറേഴ്സ് തന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യണം, നമ്മൾ ലോഡർ സ്റ്റോപ്പ് ചെയ്യണം. നമുക്ക് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ ലോഡർ സ്റ്റോപ്പ് ചെയ്യണം, എന്നിട്ട് എറർ മെസ്സേജ് കാണിക്കണം, അല്ലെങ്കിൽ റീഡയറക്റ്റ് ചെയ്യണം ഓതറൈസ്ഡ് എൻഡ് പോയിന്റിലേക്ക്. ഐ മീൻ ഒരു ലോഗിൻ നടന്നു കഴിഞ്ഞാൽ അവരുടെ ഡാഷ്ബോർഡ് എന്താണോ ആ ഡാഷ്ബോർഡിലേക്ക് നമുക്ക് പോകണം. അപ്പോൾ ഇത് ആക്ച്വലി ലോഡിങ് എന്ത് ചെയ്യണം, എൻഡ് ചെയ്യണം, ഈവൻ അത് എറേഴ്സ് വന്നു കഴിഞ്ഞാലും ഇല്ലെങ്കിലും. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിലാണ് ഫൈനലി, അതായത് എറേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇല്ലെങ്കിലും എന്ത് തന്നെ ആയിരുന്നാലും എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും റണ്ണാകേണ്ട കുറച്ച് കോഡുകളുണ്ട്, അത് നമുക്ക് എന്ത് ചെയ്യാം, ഫൈനലി കൊടുക്കാം. ഓക്കെ, പിന്നെയാണ് ത്രോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാനുവലി ഒരു എറർ ത്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ത്രോ എന്ന് പറഞ്ഞ ഒരു കീവേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാം. ഞാൻ ഒരു നമ്പർ കൊടുക്കുകയാണ്, ലെറ്റ് num1 = 10 എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ട്രൈൻ്റെ ഉള്ളിൽ num = num ഡിവൈഡഡ് ബൈ num1 ആണ്, num1 ഡിവൈഡഡ് ബൈ ഇവിടെ ഞാൻ വേറൊരു നമ്പർ കൂടെ num2 എന്ന് പറഞ്ഞും കൂടെ ഡിഫൈൻ ചെയ്യാണ്, 1. എന്നിട്ട് num2 കൊണ്ട് ഡിഫൈൻ ചെയ്യാണ്. എന്നിട്ട് ഞാനിവിടെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. num1 = 10 ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, ഞാനൊരു സാമ്പിൾ കാണിച്ചു തരികയാണ്. ന്യൂ സിൻടാക്സ് എറർ എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണ്, നോട്ട്
പോസിബിൾ അങ്ങനെ എന്തെങ്കിലും കാണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതായത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നം1 അതായത് നം1നെ നം2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, എന്നിട്ട് സ്റ്റിൽ നം1 10 ആണെങ്കിൽ ഞാൻ സിൻടാക്സ് എറർ എന്ന് പറഞ്ഞിട്ട് ഒരു കസ്റ്റം എറർ ത്രോ ചെയ്യാണ്. അപ്പോൾ ഇത് എറർ ത്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഏത് വേരിയബിൾ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ എക്സെപ്ഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഏത് എറർ നമ്മൾ ഇവിടെ കിട്ടിക്കഴിഞ്ഞാലും ഈ ക്യാച്ച് ബ്ലോക്കിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞ വേരിയബിളിൽ അത് സ്റ്റോർ ആവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ കൺസോൾ ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ നെസസറി ആക്ഷൻസ് ലൈക്ക് എന്താ പറയുക, ഒരു എറർ മെസ്സേജ് ത്രോ ചെയ്യണം. അപ്പോൾ അതിനുള്ള കോഡ് നമുക്ക് എഴുതാം. എന്താണോ അവിടെ നടക്കുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്കതിനെ മാനേജ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ടാണ് ക്യാച്ച് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ എറർ എന്ന് പറഞ്ഞ് എറർ കൺസോൾ ചെയ്യിപ്പിക്കുകയാണ്. എന്നിട്ട് ഫൈനലി വന്നിട്ട് എന്ത് ചെയ്യണം, എന്ത് തന്നെ ആയിരുന്നാലും എനിക്ക് എന്ത് ചെയ്യണം, നം1 = 0 ആക്കണം, നം2 = 0 ആക്കണം. ഓക്കെ, ഇതാണ് ചെയ്യേണ്ടത്. ഇത് എറർ നടന്നു കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഈ 2 ബ്ലോക്ക് റണ്ണാവും. ഈ ഫൈനലി ബ്ലോക്ക് ഏറ്റവും ലാസ്റ്റ് റണ്ണാവും. ഓർഡർ ഇങ്ങനെയാണ്, ട്രൈ ആദ്യം റൺ ചെയ്യും, ട്രൈയിൽ എന്തെങ്കിലും എക്സെപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ അത് ക്യാച്ചിൻ്റെ ഉള്ളിൽ പോകും, അതിനുശേഷം ഫൈനലി റണ്ണാവും. ഇതാണ് ഇതിൻ്റെ ഫ്ലോ. ഓക്കെ, അപ്പം ഞാനത് നോട്ട് റൺ കഴിഞ്ഞാൽ കണ്ടോ, നോട്ട് പോസിബിൾ എന്ന് പറഞ്ഞിട്ടുള്ള എറർ ഇവിടെ കിട്ടി, ക്യാച്ചിലേക്ക് വന്നു. ഞാൻ ഇവിടെയും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇൻസൈഡ് ഫൈനലി. ഓക്കെ, കണ്ടോ, ആദ്യം എറർ ത്രോ ചെയ്തു, എറർ ത്രോ ചെയ്തതിന് ശേഷം ഇൻസൈഡ് ഫൈനലി എന്ന് പറഞ്ഞിട്ടുള്ള ഇതും കൂടെ പ്രിൻ്റ് ചെയ്ത് കാണിച്ചു തന്നു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതായത് എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് മെയിനായിട്ട് എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാൻ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബാക്ക് എൻഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് JSON ഡാറ്റ കിട്ടും. ആ JSON ഡാറ്റയിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ചില സമയത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട് കിട്ടിയെന്ന് വരില്ല, ചിലപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാവും. അതായത് ഇവിടെ സിൻടാക്സ് എറർ ഇത് ഞാൻ സാമ്പിളായിട്ട് കാണിച്ചത്. ഇതേപോലെ എററിൻ്റെ ഒരുപാട് ഒബ്ജക്റ്റുകളുണ്ട്. സിൻടാക്സ് എറർ റിലേറ്റഡ് ആയിട്ടുള്ളതുണ്ട്. ഇവാലുവേഷൻ, എക്സ്പ്രഷൻ ഇവാലുവേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള എറർ ഒബ്ജക്റ്റുകളുണ്ട്. അങ്ങനെ കുറച്ച് എറർ ഒബ്ജക്ട്സ് ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, എന്തൊക്കെ എറർ ഒബ്ജക്ട്സ് ആയിട്ടുള്ളതെന്ന്. അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എറർ ഒബ്ജക്ട്സ് ഉണ്ട്. അതായത് നമുക്കൊരു എറർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഇഫ് ഈ ഏത് ഇൻസ്റ്റൻസ് ഓഫ് ഏത് ടൈപ്പ് ഓഫ് എററാണ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് എന്ന് പറഞ്ഞ എറർ ഒബ്ജക്റ്റ് നമുക്കിവിടെ കിട്ടുന്ന എറർ ഏത് ഇൻസ്റ്റൻസ് ആണെന്ന് നോക്കാം. സിൻടാക്സ് എററാണോ മറ്റേതെങ്കിലും എററാണോ, അതിനനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യുക. എന്തെങ്കിലും എക്സെപ്ഷൻ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, കോഡിൽ എന്തെങ്കിലും എക്സെപ്ഷൻ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ഇന്ന് കവർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഫസ്റ്റ് കമ്പാരിസൺ ഓപ്പറേഷൻ ഇൻ JS, ഡബിൾ ഇക്വാലിറ്റി, ട്രിപ്പിൾ ഇക്വാലിറ്റി, ഒബ്ജക്റ്റീവ്സ്, പിന്നെ ലൂപ്പിംഗ് ഓർ ഇറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഫോർ, ഡു വൈൽ, ബ്രേക്ക്, കണ്ടിന്യൂ, അങ്ങനത്തത്. പിന്നെ കൺട്രോൾ ഫ്ലോ, കൺട്രോളിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഇഫ്, ലാഡർ, സ്വിച്ച് എന്ന് പറഞ്ഞ കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ്. പിന്നെയാണ് ഏറ്റവും ലാസ്റ്റാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. എന്തിനാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്, ട്രൈ, ക്യാച്ച്, ഫൈനലി ത്രോ, ഇതെങ്ങനെ യൂസ് ചെയ്യാം. ഇത്രയും ടോപ്പിക്ക് നിങ്ങൾ നോക്കി, പക്ഷേ നോക്കുക മാത്രമല്ല, നിങ്ങളിതിൻ്റെ പ്രോഗ്രാംസ് ചെയ്ത് നോക്കണം, നിങ്ങൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് നോക്കണം. ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഉണ്ട്, അതേപോലെ ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ എന്താ പറയുക, നിങ്ങളെ സിസ്റ്റത്തിൽ, ലോക്കൽ സിസ്റ്റത്തിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ അകത്ത് നമുക്ക് ഒരു മാസ്റ്റർ ആകാൻ സാധിക്കുകയുള്ളൂ, അതിൽ ഡീപ്പിലേക്ക് ഇറങ്ങാൻ പറ്റും. ഞാൻ പഠിപ്പിച്ചത് മാത്രം നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിയായില്ല. നമ്മൾ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്ത് ചെയ്യണം. ഒരുപാട് റിസോഴ്സസ് നമുക്ക് നെറ്റ്വർക്കിൽ അവൈലബിൾ ആണ്. എല്ലാ റിസോഴ്സും നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. ഇവരുടെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻസ് ഉണ്ട്, അതിലേക്ക് നമ്മൾ പോയി നോക്കണം. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീപ്പായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ.